തെരഞ്ഞെടുപ്പിലെ വോട്ട് മോഷണവും വോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൃത്രിമത്വവും വളരെ വിശദമായി തന്നെ ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ജനങ്ങളെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ഭരിക്കുന്ന പാർട്ടിയായ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ശ്രീ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന ഈ വസ്തുതകൾ ഭരണകൂടത്തെ മാത്രമല്ല ജനങ്ങളെ ആകെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ഒരു കാര്യം വ്യക്തമാക്കുന്നു: നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യം ഭരിക്കാൻ ഒരു നീതിപൂർവമായും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ളത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ, റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കണക്കുകൾ സഹിതം ഞാനും മഹാരാഷ്ട്രയിലെ സഹപ്രവർത്തകന്മാരും തെരഞ്ഞെടുപ്പിൽ നടന്ന ഫ്രോഡിന്റെ വ്യാപ്തിയെ പറ്റി പറഞ്ഞതാണ്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ കൃത്രിമ വിജയത്തെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ സഹിതം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ജനാധിപത്യത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ഹീനമായ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് BJP ഇന്ന് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തെളിയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഇനിയും സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല എന്നാണ്. മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ ചുമതലയുള്ള ആൾ എന്ന നിലയിൽ നിരവധിയായ അവസരങ്ങളിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തു. ഒരു ഗ്രാമം മുഴുവൻ അവിടെ മോക്ക് പോളിംഗ് നടത്താൻ തീരുമാനിച്ചു, പക്ഷെ പോലീസ് അനുവദിച്ചില്ല. അപ്പോൾ വളരെ കൃത്രിമമായ നിലയിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുത്തത്. അതുപോലെ തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഈ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഇന്ത്യയിലെ എല്ലാ ദിനപത്രങ്ങളിലും എഴുതിയിരുന്നു. ആരും അതിനെ ചലഞ്ച് ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും ചേർന്നായിരുന്നു. അടുത്ത കാലത്താണ് ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ട് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അതിന് പകരമായി നിയോഗിച്ചത്. അതോടുകൂടി നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അസാധ്യമാകുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയത്. അത് മാത്രമല്ല, ഈ അടുത്ത സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസിൽ 93(2)A പ്രകാരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തു കൊടുക്കണ്ട എന്നൊരു റൂള് ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് എന്താണ്? ഡിജിറ്റൽ വോട്ടർ പട്ടിക വേണമെന്നാണ്. ആ ഡിജിറ്റൽ വോട്ടർ പട്ടിക കിട്ടിയാൽ മാത്രമേ നമുക്ക് എത്രമാത്രം കള്ളവോട്ടുകൾ ഇവിടെ ചേർത്തു എന്ന് കണ്ടെത്താൻ കഴിയൂ. വളരെ ആസൂത്രിതമായി കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ 93(2)A പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ഇനി കൊടുക്കണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്, റൂൾസിൽ ഭേദഗതി വരുത്തിക്കൊണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇഷ്ടക്കാരെ നിയമിക്കാം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളൊന്നും പുറത്തു കൊടുക്കേണ്ട,
എന്നുള്ള റൂൾസിൽ ഭേദഗതി വരുത്തി ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ഇന്ന് ഭരണകക്ഷിയായി BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. 5 വർഷം മുമ്പ് കേരളത്തിൽ സമാനമായ വോട്ട് തട്ടിപ്പ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് കുറേ പത്രലേഖകരായി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ UDFും കോൺഗ്രസ് പാർട്ടിയും അത് വിശദമായി പരിശോധിച്ചു. 2021 മാർച്ച് 17 ഈ KPCC ഓഫീസിലാണ് ഞാൻ അന്ന് ആദ്യമായി ഇത് സംബന്ധിച്ച ഒരു പത്രസമ്മേളനം നടത്തിയത്. പഴയ പത്രലേഖകരായിട്ടുള്ള ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാകും. അന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആദ്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ എന്ന നിയോജക മണ്ഡലത്തിൽ 61 വയസ്സുള്ള കുമാരി എന്ന വോട്ടറുടെ ഫോട്ടോയും വിലാസവും ഉപയോഗിച്ച് 5 തവണ അതേ ബൂത്തിലും സമീപ ബൂത്തുകളിലും കള്ളവോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഞാൻ ആദ്യമായി കണ്ടെത്തി ഈ കാര്യം പുറത്തുവിട്ടത്. ഒരേ വോട്ടറുടെ പേരിൽ തന്നെ 5 വോട്ടർ ID അന്ന് വിതരണം ചെയ്തു. ഈ കുമാരിയുടെ പേരിൽ 5 ID വിതരണം ചെയ്ത് തൊട്ടടുത്ത ബൂത്തുകളിൽ 5 വോട്ടർമാരെ അവരുടെ ഫോട്ടോ വെച്ച് ചേർത്തു. ഇത് ഒരു ഉദാഹരണം മാത്രമായിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലക്ഷക്കണക്കിന് നോട്ടുകൾ ഇതുപോലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ആദ്യത്തെ 17-ാം തീയതി ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ 17-ാം തീയതി മാർച്ച് 17 2021 മാർച്ച് 17 നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ ഫോട്ടോ ക്ലീൻഷോട്ട് പകർപ്പുകൾ ഒക്കെ ഞാൻ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാസർഗോഡ് ഉദുമയിൽ മാത്രമല്ല സംസ്ഥാനത്തെ വ്യാപകമായി ഇതുപോലെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ പത്രസമ്മേളനത്തിലൂടെ പിന്നീട് പുറത്തുവിടുകയുണ്ടായി. പ്രാഥമിക ദിവസം തന്നെ 17-ാം തീയതി മാർച്ച് 17 2021 ആദ്യമായി ഞാൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴക്കൂട്ടം 4506 വോട്ട് കള്ളവോട്ടാണ്. കൊല്ലം 2534 കള്ളവോട്ട്. തൃക്കരിപ്പൂർ 1436 കള്ളവോട്ട്. കൊയിലാണ്ടി 4611 കള്ളവോട്ട്. നാദാപുരം 6171 കള്ളവോട്ട്. കൂത്തുപറമ്പ് 3525 കള്ളവോട്ട്. അമ്പലപ്പുഴ മത്സരിച്ചത് ലിജുവായിരുന്നു. അമ്പലപ്പുഴയിൽ 4750 കള്ളവോട്ട്. സത്യത്തിൽ ആദ്യത്തെ ദിവസം ഞാൻ പുറത്തുവിട്ട ഈ കണക്കുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ 140 നിയോജക മണ്ഡലങ്ങളിലും UDF പ്രവർത്തകന്മാർ വോട്ടർ പട്ടിക വിശദമായി പരിശോധിച്ചപ്പോഴാണ് അമ്പരപ്പിക്കുന്ന കള്ളവോട്ടുകളുടെ സത്യം പുറത്തു വന്നത്. ആകെ 4,34,000 കള്ളവോട്ടുകളോ ഇരട്ടിപ്പുകളോ വ്യാജ വോട്ടുകളോ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ 3,24,291 കള്ളവോട്ടുകൾ ഒരേ മണ്ഡലത്തിനുള്ളിലും 1,09,693 കള്ളവോട്ടുകൾ മറ്റു മണ്ഡലങ്ങളിലുമായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പൊ വ്യക്തമായ തെളിവുകളോടുകൂടി അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രീ മീനയ്ക്ക് ഞാൻ തന്നെ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷേ ശ്രീ മീന അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യാതൊരു നടപടി സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സീനിയർ അഭിഭാഷകനായ ശ്രീ T. ആസഫ് അലി
മുഖേനയാണ് ഞാൻ ഹൈക്കോടതിയിലെത്തി കോടതിയെ സമീപിച്ചത്. കോടതി ഇതിൽ 38,000 വോട്ട് കള്ളവോട്ടാണെന്ന് കണ്ടെത്തുകയും ബാക്കിയുള്ള കള്ളവോട്ടുകൾ ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ സാങ്കേതിക പരിമിതികൾ കാരണം പരിശോധിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. തുടർന്ന് ഹൈക്കോടതി ഇരട്ടിപ്പായി കണ്ടെത്തിയ വോട്ടുകൾ നീക്കം ചെയ്യാനും ഇരട്ട വോട്ടുകൾ ചെയ്യുന്നില്ല, കള്ളവോട്ടുകൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത് രണ്ടിന്റെയും ഇന്ററിം ജഡ്ജ്മെന്റും മറ്റേ ജഡ്ജ്മെന്റും ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അന്ന് ഹൈക്കോടതിയിൽ പോയി എടുത്ത ആദ്യത്തെ ഇന്ററിം ഉത്തരവ്, അത് കഴിഞ്ഞ് ഫൈനൽ ഉത്തരവ്. യഥാർത്ഥത്തിൽ ഇതുവരെ ഞാനത് കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര വോട്ട് എൻ്റെ പരാതി പ്രകാരം നീക്കി എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളെയും അറിയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്ന് കണ്ടെത്തുകയും തെളിവ് സഹിതം കമ്മീഷന് കൈമാറുകയും ചെയ്ത 4,34,000 വ്യാജ വോട്ടുകൾക്കപ്പുറം ഭീമമായ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാം എന്നാണ് അനുമാനിക്കേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ തെളിവില്ല. ഞങ്ങൾ മാനുവലായി ഉപയോഗിച്ച ആളുകളെ ഇരുത്തി ആഴ്ചകളുടെ പരിശ്രമഫലമായി കണ്ടെത്തിയതാണിത്. 4,34,000 കള്ളവോട്ടുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയതാണ്. ഡിജിറ്റൽ തെളിവുണ്ടെങ്കിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം കള്ളവോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നതൊരു സത്യമാണ്. ഞാൻ ആരെയും ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഏതാണ്ട് 10 ലക്ഷത്തോളം കള്ളവോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അന്ന് ഞാനിത് പറഞ്ഞു, ഇപ്പോഴും ഞാനിത് ആവർത്തിക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇത് മതിയാകും. UDFും LDFും തമ്മിൽ ഉള്ള വ്യത്യാസം നേരിയതാണ്. 50,000 വോട്ട് LDFിൽ നിന്ന് UDFിലേക്ക് വന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തുടർഭരണം ഉണ്ടാകുമായിരുന്നില്ല. 50,000 വോട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. 30 നിയോജക മണ്ഡലങ്ങളിൽ 10,000 വോട്ടിൽ താഴെയാണ് UDF പരാജയപ്പെട്ടത്. അതിൽ തന്നെ 15 മണ്ഡലങ്ങളിൽ 5,000-ൽ താഴെയാണ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പൊ ഇത് 10 ലക്ഷത്തോളം കള്ളവോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചിട്ടും തെളിവ് ഞാൻ കൊടുത്തത് 4,34,000-ത്തിനാണ്. അതിലാകെ മാറ്റിയത് 38,000 വോട്ട് മാത്രമാണ്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയത് BJPയുടെ ഭരണത്തിന്റെ കീഴിലെ വോട്ട് തട്ടിപ്പാണെങ്കിൽ അന്ന് ഞാൻ ഉന്നയിച്ചത് ഇടതുമുന്നണി ഭരണത്തിന്റെ കീഴിൽ ഇത്രയും വലിയ വ്യാജ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ്. അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ ഇങ്ങനെ ഭരണം പിടിക്കാൻ കള്ളവോട്ടുകൾ ചേർക്കുകയും കള്ളവോട്ടുകൾ ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം തുടർന്നാൽ ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടും. ഇത് വിചിത്രമായ ഒരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാനിപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു പരാതി ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ 2021 ഞങ്ങൾ കണ്ടെത്തി തന്ന വ്യാജ വോട്ടുകളിൽ എത്ര വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ അത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി? വോട്ടർ പട്ടികയിൽ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനം നടത്തുന്നതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. തെളിവുകൾ സഹിതം അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാൻ കൊടുത്ത രേഖകളുടെ വെളിച്ചത്തിൽ എത്ര വോട്ട് നിങ്ങൾ മാറ്റി? 2, വോട്ട് ഇരട്ടിപ്പിന് ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുകയും 38,000 വോട്ട് മാറ്റുകയും ചെയ്തു. അന്ന് ഹൈക്കോടതിയിൽ എൻ്റെ അഭിഭാഷകൻ ശ്രീ ആസഫ് അലി വാദിച്ചത് റിട്ട് ഓഫ് മൻഡാമസിൽ പ്രകാരം ഈ കള്ളവോട്ടുകൾ ചേർത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ BLOമാരടക്കമുള്ളവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ്. എന്ത് നടപടി കള്ളവോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എടുത്തു? മൂന്നാമതായി ഞാൻ ചോദിക്കുന്നത്, വോട്ട് ഇരട്ടിപ്പിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ
ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് പിന്നീട് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നാലാം ഞാൻ ചോദിക്കുന്നത്, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ഞാൻ കൊടുത്ത ഈ കള്ളവോട്ടുകൾ മാറ്റിയിട്ടുണ്ടോ എന്നാണ്. അന്ന് അഞ്ചാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ കണ്ടെത്തി തെളിവ് തന്ന 4,34,000 വ്യാജ വോട്ടർ ഇപ്പോഴും ആ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ടോ? കാരണം ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ കണ്ടില്ല, കൂന പോലെ ഏതാണ് കടലാസ് വോട്ടർ പട്ടിക 7 അടി പൊക്കത്തിലുള്ള രാഹുൽ ഗാന്ധി കാണിച്ചതുപോലെ ഡിജിറ്റൽ നമ്മുടെ ഇല്ലാത്ത കൊണ്ട് പേപ്പർ വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. ഈ 140 നിയോജകമണ്ഡലത്തിലെ വോട്ടർ പട്ടിക നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും? ഞാൻ അന്ന് പരിശോധിച്ചത് തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു. ഇനി അത് പരിശോധിക്കുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ തെളിവ് തന്നാൽ നമുക്കിത് പരിശോധിക്കാം. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടുന്ന് ഇപ്പൊ വിവാദമായിരിക്കുന്ന തൃശ്ശൂരിലെ മാത്രം എടുക്കാം. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തില് ഈ വ്യാജ വോട്ടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഗുരുവായൂർ 3,320 കള്ളവോട്ട്, ഡബിൾ വോട്ട്. മണലൂരിൽ 4,277 ഡബിൾ വോട്ട്. ഒല്ലൂരിൽ 5,561 ഡബിൾ വോട്ട്. തൃശ്ശൂരിൽ 4,491 വോട്ട്. ഇതിനകത്ത് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ ചേർക്കുക, ഡ്യൂപ്ലിക്കേറ്റ് വരുത്തുക, ഇതൊക്കെയാണ്. നാട്ടികയിൽ 4,701 വോട്ട്. ഇരിങ്ങാലക്കുടയിൽ 3,671 വോട്ട്. പുതുക്കാട് 3,628. ടോട്ടൽ 29,648 ഡബിൾ വോട്ട്, കള്ളവോട്ട് ഈ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ടെന്ന് 2021 രേഖകൾ സഹിതം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവോടുകൂടി സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം, അന്ന് തെളിവുകൾ സഹിതം, തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് പറയുന്നത്. ഒരാളുടെ പേരിൽ തന്നെ 5 വോട്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ തരുന്നുണ്ട്. ഒരാളുടെ പേര് 5 സ്ഥലത്ത് അയാൾക്ക് വോട്ടുണ്ട്, അയാളുടെ മുഖമുണ്ട്, മറ്റൊന്നും കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ ID കാർഡ് വിതരണം ചെയ്യാണ്. വാസ്തവത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് വിതരണം ചെയ്താൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡിനൊക്കെ നിങ്ങൾക്ക് വിമാനത്തിൽ സഞ്ചരിച്ചുകൂടെ? എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചാൽ പോരെ? മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? സാധ്യതയില്ലേ? അപ്പോൾ ഇത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിലാണ് വ്യാജ ID കാർഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരുടെ കയ്യിലാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ കൂടിയാണ്. ഇലക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നിയോഗിക്കുന്ന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും CPM-നെ സഹായിക്കാൻ വേണ്ടി വ്യാപകമായ തെരഞ്ഞെടുപ്പ് തിരിമറികൾ നടത്തുന്നു എന്നുള്ള പരാതി കോൺഗ്രസും UDF-ഉം എപ്പോഴും ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളവോട്ട് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. ആ വോട്ടുകൾ മാറ്റാതെ CPM നിയന്ത്രണത്തിലെ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം ഇവിടെ തന്നെ നിലനിർത്തിയെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ CPM-ന്റെ കൈകളുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ ഈ പരാതി നൽകാൻ പോവുകയാണ്. ആ പരാതിയുടെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കേന്ദ്രത്തിൽ നടക്കുന്ന പോലെ തന്നെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 ഇതെല്ലാ തെളിവുകളോടെയും ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഞങ്ങളെ അതിന്റെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് അറിയിച്ചിട്ടില്ല. ഞാൻ കോടതിയിൽ പോയി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കിയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വോട്ട് വിവാദത്തിന്റെ സാഹചര്യത്തിലാണ്
2021 ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വാദം പ്രസക്തമാകുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇനി ഒരു സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് കോൺഗ്രസും ശിവസേനയും NCPയും ചേർന്ന മഹാവികാസ് അഘാഡിക്ക് 48 സീറ്റിൽ 32 സീറ്റ് ലഭിച്ചു. 3 മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് 40 സീറ്റാണ്. 42 സീറ്റാണ് കിട്ടിയത്. കോൺഗ്രസിന് 16 സീറ്റ്. 16 ഞങ്ങൾക്ക് പാർലമെന്റിൽ തന്നെ ഉണ്ട്, 16 മെമ്പർമാർ. ശിവസേനയ്ക്ക് 20 സീറ്റ്, NCPക്ക് 10 താഴെ സീറ്റ്. അപ്പോൾ ബ്ലേറ്റൻ്റായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഭരണത്തിലിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് തുടർഭരണത്തിന് വേണ്ടി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഈ നടപടിക്കെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലെ കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നിട്ട് ഒരു നടപടി ഉണ്ടാകുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയക്കുകയാണ്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് പകരം കുറ്റം ഉണ്ട് എന്ന് കണ്ടെത്തി പറഞ്ഞ ആളിനെ എതിരെ നോട്ടീസ് അയക്കുന്ന പ്രാകൃതമായ നടപടിയാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത്. എനിക്കുള്ള വിഷമം 2021 140 നിയോജക മണ്ഡലങ്ങളിലെയും ഈ ഒരു മണ്ഡലത്തിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ, അക്രോസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചേർത്ത വോട്ടുകൾ ഉൾപ്പെടെ ഞങ്ങൾ കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, കോടതി പറഞ്ഞിട്ട് പോലും സ്വീകരിച്ചില്ല. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പെറ്റീഷൻ നൽകുന്നത്. അതിനുശേഷം മറ്റ് നിയമപരമായ എന്ത് നടപടി വേണമെന്ന് അന്ന് ആലോചിക്കും. അങ്ങ് 2021 ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് പാർട്ടിയിൽ നിന്നും വേണ്ടത് മറ്റൊരു നേതാക്കളും ആവശ്യം ഏറ്റെടുത്തൊരു വാർത്താ സമ്മേളനം പോലും നടത്തിയിരുന്നില്ല. അപ്പൊ പാർട്ടിയിൽ നിന്നും ഒരു പിന്തുണ അക്കാലത്ത് കിട്ടിയിരുന്നില്ലേ? അല്ല, അന്ന് അത് കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാസർഗോഡ് വെച്ച് കുമാരി എന്ന് പറയുന്ന അന്ന് എല്ലാ പത്രങ്ങളും കുമാരി ഇന്റർവ്യൂ ചെയ്തു. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് ഇത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. 140 മഹാദേവപുരയിൽ ഒരു മണ്ഡലത്തിലെ വെരിഫിക്കേഷന് വേണ്ടി രാഹുൽ ഗാന്ധി 3 മാസം ഒരു ടീമിനെ വെച്ച് പ്രവർത്തിച്ചു. ഞങ്ങൾക്കന്ന് ലിമിറ്റഡ് ടൈമിനകത്ത് 140 മണ്ഡലങ്ങളിൽ ഇത് കണ്ടുപിടിച്ച് തെളിവ് സഹിതം ഞാനന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് ഇലക്ഷൻ കമ്മീഷനെ സമീപം ഒന്നും ചെയ്തില്ല. പിന്നീടാണ് ഈ കോടതിയിൽ പോയിട്ട് വന്നത്. കോടതി ആദ്യം 38,000 വോട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചു, മാറ്റി. പക്ഷേ ബാക്കി 4 ലക്ഷം വോട്ടെന്തി ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്ന് അവസാന കാലഘട്ടമായ തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതെല്ലാം കിട്ടിയത്. കാരണം ഇതൊരു ടൈം എടുക്കുന്ന പ്രക്രിയയാണ്. അതേസമയം അന്ന് ഡിജിറ്റൽ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോഴെന്ത് ചെയ്തിരിക്കുന്നു നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ 93(2)A കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് അതിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അത് വെച്ചിട്ട് ഒരു തെളിവും കൊടുക്കേണ്ടതാണ് ഇപ്പോഴത്തെ തീരുമാനം. അപ്പം ജനാധിപത്യ പ്രക്രിയ സുതാര്യമാകണം, ട്രാൻസ്പെറന്റ് ആകണം എന്നുള്ള ഭരണഘടനാപരമായ ആ അവകാശത്തെ പോലും നിഷേധിക്കത്തക്ക നിലയിൽ ആരോടും ചോദിക്കാതെ ഇലക്ഷൻ റൂൾസിൽ ഗവൺമെന്റ് മാറ്റം വരുത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഡിജിറ്റൽ തെളിവ് ചോദിക്കുമ്പം ഇവർ പറയുന്നു 96(2)A ഉണ്ടെന്ന്. അത് ആരുണ്ടാക്കി? പാർലമെന്റ് വന്നിട്ടില്ല. ഗവൺമെന്റ് തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പാക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം 93(2)A വന്നിരിക്കുന്ന അമെൻമെന്റ് ഇതെല്ലാം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പര്യാപ്തമായ നിലയിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. താങ്കൾക്കെതിരെ BJP ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് താങ്കൾക്ക് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലും താങ്കൾക്ക് കുടുംബത്തിൽ ഇരട്ട വോട്ടുണ്ടെന്നാണ്. എൻ്റെ വോട്ട് കഴിഞ്ഞ കുറെ കാലം 15 വർഷമായിട്ട് ഹരിപ്പാട് MLA ആണ്.
ഹരിപ്പാടാണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു എൻ്റെ വോട്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പേര് മാറ്റിയിരുന്നില്ല. പക്ഷേ ഞാനത് കണ്ടെത്തിയ ശേഷം അവർക്ക് നമ്മുടെ പാർട്ടിക്കാർ തന്നെ പരാതി കൊടുത്ത് അത് നീക്കാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. അല്ല, അങ്ങനെയാണെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ? ഞാൻ പരാതി കൊടുത്തല്ലോ. എൻ്റെ എല്ലാ പാർട്ടിയും പരാതി കൊടുത്തു, ഡിലീറ്റ് ചെയ്യാൻ പരാതി കൊടുത്തു. അവർ അംഗീകരിച്ചാൽ റെസിപ്റ്റ് തന്നു. ആ റെസിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി സ്വീകരിക്കും. ഇവിടെ കോൺഗ്രസ്സുകാർ നല്ല വോട്ട് ചെയ്യാൻ സമയമില്ലായിരിക്കും. അന്നേരം എനിക്ക് കള്ള വോട്ട് ചെയ്യുന്നു. നല്ല വോട്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങ് ജയിച്ചാൽ അതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടാണ് നമ്മൾ കള്ള വോട്ട് ചെയ്യാൻ പോകുന്നത്. ഏതാ കർണാടകത്തിലെ സർക്കാർ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആരും ഉന്നയിച്ചിട്ടുമില്ല. അത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാനിത് 2021 പറഞ്ഞ കാര്യമാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ മഹാദേവപുരം ബാംഗ്ലൂരിലെ അപ്പൊ ആ മണ്ഡലത്തിൽ അത്രയും വോട്ടുകൾ ചേർന്നത് അധിക വോട്ട് ചേർത്തു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കർണാടക സർക്കാരാണ്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. സ്വാഭാവികമായിട്ടും അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ് പറയുമ്പോൾ കർണാടകത്തിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കർണാടക സർക്കാർ. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ചെയ്യാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ നന്നായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. 2021 പരാതി കൊടുക്കുമ്പോൾ അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയായിരുന്നു. അദ്ദേഹം അതിൽ വേണ്ട വിധത്തിൽ നടപടി എടുത്തില്ല എന്ന് പറയുകയും ചെയ്തു. ടിക്കാറാം മീണ പിന്നീട് കോൺഗ്രസിൽ ചേരുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിയമനത്തിലും അന്നും ടിക്കാറാം മീണ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി നിലകൊണ്ടു എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. ആ സമയത്ത് ടിക്കാറാം മീണ നടപടി എടുക്കാത്തപ്പോഴാണ് ഞാൻ കോടതിയിൽ പോകുന്നത്. കോടതിയിൽ പോയപ്പോഴാണ് അവർ 38,000 വോട്ട് അംഗീകരിച്ചു. അത് മാറ്റി. പക്ഷെ ബാക്കി 4 ലക്ഷം വോട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അപ്പം പിന്നെ അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയി. റിട്ടയർ ചെയ്ത് ഉദ്യോഗസ്ഥനല്ല, ആ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി തെളിവ് സഹിതം ഞാൻ കൊടുത്ത പരാതിയിൽ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആ ആക്ട് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടത്തുന്നുണ്ട്. ആ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇത് നടന്നിട്ടുണ്ടോ എൻ്റെ ചോദ്യമാണ്. എനിക്കറിയില്ല. ഇപ്പോഴത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിനകത്ത് ഇതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം ഡിജിറ്റൽ തെളിവ് കിട്ടാൻ നമുക്കറിയോ? അതാണ് എൻ്റെ ചോദ്യം. നമുക്ക് പണ്ട് മുതൽ ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള ഒരു സിസ്റ്റം ബൂത്ത് ഏജന്റുമാര്, അതായത് ആ ഒരു ബൂത്തിൽ വരുന്ന വോട്ടർമാരെ കുറിച്ച് വ്യക്തമായ ധാരണ ആ ബൂത്ത് ഏജന്റുമാർക്ക് ഉണ്ടായിരുന്ന ഒരു കാലത്ത്. അപ്പൊ ഈ ബൂത്ത് ഏജന്റുമാർ ഇതിൽ എന്തെങ്കിലും കളിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വോട്ടർ വന്നു കഴിഞ്ഞാൽ അങ്ങേരും ബോഗസ് ആണെന്ന് തിരിച്ചറിയാനും അയാൾ മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും പറ്റുന്ന എല്ലാ പാർട്ടികളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഏജന്റുമാർ ഓരോ ബൂത്തും ഇരിക്കുന്നുണ്ട്. അവരപ്പം അതിന് കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണോ ഇതിൽ? അല്ല, നിങ്ങൾ ചോദിച്ച വളരെ വാലിഡായ ചോദ്യമാണ്. ഇപ്പം മാത്രമല്ല BLA മാരുമുണ്ട്. BLOയുടെ ഇപ്പം BLA മാരുമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവര് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് ആ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ ദിവസമില്ല. ആ ഫൈനൽ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാണ് വൻതോതിൽ ഈ ആളുകളെ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഏക മാർഗം പരാതി കൊടുത്താലൊന്നും കാര്യമില്ല, ബൂത്ത് ഏജന്റിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള, അങ്ങ് പറഞ്ഞ പോലെ അത് നമ്മൾ ശ്രമിക്കും. പക്ഷെ എല്ലായിടത്തും ഇത് നടക്കണമെന്നില്ല. കേരളം പോലെ സ്റ്റേറ്റിൽ ഇത് കുറേയൊക്കെ ഫലപ്രദമാകും. കാരണം എല്ലാ പാർട്ടിക്കും ബൂത്തേന് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും ഫലപ്രദമാകണമെന്നില്ല. BLA മാരും ബൂത്തിൽ നിൽക്കുന്ന വ്യക്തികളും ഒബ്ജക്റ്റ് ചെയ്താൽ ഇവർക്ക് ചിലപ്പം വേണേൽ വോട്ട് മാറ്റി ചെയ്യാം. അതായത് പറയുന്നത് ഒരു വോട്ട് ചെയ്താൽ പോലും മാറ്റി വെക്കും ആ വോട്ട്. അത് പരിശോധിച്ചിട്ട് പിന്നെ ടെൻഡർ വോട്ടാക്കി മാറ്റുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനം ഈ ഇലക്ഷൻ്റെ ലാസ്റ്റ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. കംപ്ലൈൻറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അതാണ് ഇവിടുത്തെ റിയൽ പ്രോബ്ലം. തന്നെയുമല്ല, ഇത് ഡിജിറ്റൽ തെളിവുണ്ടെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? ഡിജിറ്റൽ തെളിവ് തരണം. അപ്പോഴാണ് ഇവർ പറയുന്നത് 93(2)A അനുസരിച്ച് തരേണ്ട കാര്യമില്ല. 93(2)A എന്ന് പറയുന്നത് വളരെ അവ്യക്തമാണ്. ഇന്ന് രാവിലെ ഞാൻ പരിശോധിച്ചു. വളരെ അവ്യക്തമായൊരു കാര്യമാണ്. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസിൽ വളരെ അവ്യക്തമായ കാര്യമാണ് ഈ പറയുന്നത്. അതിനകത്ത് പറയുന്നത്
ഒരാൾ വോട്ട് ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ CCTV ഫുട്ടേജ് കൊടുക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വേഗമായി പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ വോട്ടർ പട്ടിക നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിനകത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ജാഗ്രത കാണിക്കാറില്ല. അവരുള്ള വോട്ടർ പട്ടികയിൽ വരുന്ന ആളുകളെ ഒബ്ജക്ഷനിൽ വോട്ട് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് വോട്ടർ പട്ടികയിൽ ശുദ്ധീകരിക്കണം, മരിച്ചുപോയവരെ ഒഴിവാക്കണം, സ്ഥലത്തില്ലാത്തവരെ ഒഴിവാക്കണം, അതുപോലെ തന്നെ ഇതിനകത്ത് സ്ഥലത്ത് ഇല്ലാതെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ടോ എന്ന് പരിശോധിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ്. അവരാ പ്രക്രിയ സുതാര്യമായി, ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ചയുടെ ഒരു കാലമാണ്, ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് തന്നാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. അതിപ്പം ഈ റൂള് കൊണ്ടുവന്ന് അത് തരാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെയും നടപടി. ഏതായാലും കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി ഇതിനെതിരായ ഒരു പ്രക്ഷോഭം തീരുമാനിച്ചിരുന്നു. നാളെ വൈകിട്ട് 8 മണിക്ക്, വൈകുന്നേരം അല്ലേ, വൈകിട്ട് എല്ലായിടത്തും രാഹുൽ ഗാന്ധി കൊണ്ട് ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാ ജില്ലയിലും. ഈ തൃശ്ശൂരിലെ ക്രമക്കേട് വിഷയത്തിൽ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിരുന്നു. പലതവണ ഇന്നലെ മുതൽ അദ്ദേഹം കേരളത്തിലെത്തി, അദ്ദേഹത്തിന് കുറേ നാളൊക്കെയാണ് ഉദ്യോഗങ്ങളുണ്ട്, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. ഇത്രയും വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം, സുരേന്ദ്രനല്ല പറയേണ്ടത്, അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം അത് പറയുമെന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് അഭിപ്രായം പറയുന്ന ആളുകൾ ഇപ്പം പാമ്പ്ളാനി പിതാവിനെതിരായി CPM നടത്തുന്ന ശ്രമങ്ങൾ വളരെ അപലപനീയമാണ്. അദ്ദേഹം ഒരു വ്യക്തി കൂടിയാണ്, അദ്ദേഹം പിതാവാണ്, ഒരു രൂപതയുടെ അധിപനാണ്, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെടുന്നതിരിക്കും, ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും. പക്ഷെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പാമ്പ്ളാനി പിതാവിനെ അവസരവാദിയെന്നും ഒക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി അദ്ദേഹത്തിനെതിരെ പ്രസ്താവന കൊടുത്തത് വളരെ തെറ്റാണ്. അത്തരം പ്രസ്താവനകൾ ശരിയല്ല. ഈ നാട്ടിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് CPMഉം DYFIയും പാമ്പ്ളാനി പിതാവിനെതിരെയുള്ള ഈ നിലപാട് അവസാനിപ്പിക്കണം. അദ്ദേഹത്തിനെതിരെയുള്ള ഈ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അതിൻ്റെ ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് തന്നെ ഞാനിപ്പോൾ ഡിജിറ്റലായിട്ട് തന്നെ ഇട്ട് തരാം. 50 പേജുണ്ട്. അതുകൊണ്ടാണ് 2 ഉത്തരവ്, ഇന്റർവ്യൂ ഓർഡറും ഉണ്ട്, ഫൈനൽ ഓർഡറും ഉണ്ട്. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ശരി ശരി.